ഹലോ, നമുക്ക് ഓണായിട്ട് ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് വേവിക്കാനായിട്ട് ഒരു പാനിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കൊടുത്താലും മതി. ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യാം. ഇത് വേവിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം അധികം ആവരുത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മൂടി വേവിച്ചെടുക്കാം. ഇനി ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയതെടുക്കുക. അപ്പോൾ തേങ്ങ ചിരകിയത് അധികം ആവരുത്. അധികമായ നമ്മുടെ പച്ചടിയുടെ കളർ മാറിപ്പോവും, കളർ കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ അര കപ്പ് തേങ്ങ എടുക്കുക. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേറെ എരിവൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകവും 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്കിതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ചേർക്കരുത്. പക്ഷേ ഞാൻ ആ മിക്സിയുടെ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വേസ്റ്റ് ആവാൻ പോകാണ്ടിരിക്കാനായിട്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന ബീട്രൂട്ട് അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ പച്ചടിയുടെ കളർ. അപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈരൊന്ന് കട്ടയായിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തൈര് ചേർക്കാനായിട്ട്. അതോടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നാടൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണയായിരിക്കും ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുക ബാക്കി ഓയിലൊക്കെ ചേർക്കുന്നതിനേക്കാളും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക.